അനാവശ്യമായ ഗോസിപ്പുകളിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കാൻ നോക്കിയ മാധ്യമപ്രവർത്തകർക്ക് വേദിയിൽ വെച്ചും പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെയും മറുപടി നൽകിയിരിക്കുകയാണ് നടി മാളവിക മോഹനൻ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും നടി തൃഷയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തോടാണ് മാളവിക വളരെ പക്വതയോടെ എന്നാൽ ശക്തമായി പ്രതികരിച്ചത്. അടുത്ത കാലത്തായി വിജയും തൃഷയും ഒരുമിച്ച് പലയിടത്തും യാത്ര ചെയ്യുന്നുണ്ടെന്നും വിജയ്ക്കൊപ്പം എങ്ങനെ യാത്ര ചെയ്യണമെന്നും മാളവികയ്ക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നുമായിരുന്നു ആ ചോദ്യം. തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക്, അതും അവിടെ ഇല്ലാത്ത രണ്ടുപേരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ചോദിച്ച ഈ ചോദ്യം കേട്ടയുടൻ മാളവിക അസ്വസ്ഥയാകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ എന്നോട് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നതെന്ന് അവിടെ വെച്ച് തന്നെ താരം തിരിച്ചു ചോദിക്കുന്നുണ്ട്. വളരെ പക്വതയോടെ ചിരിച്ചുകൊണ്ടാണ് ആ സാഹചര്യത്തെ താരം നേരിടുന്നത്. എന്നാൽ അവിടെ ഒതുങ്ങിയില്ല ആ മറുപടി. തന്റെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ വീണ്ടും തന്റെ പ്രതികരണം അറിയിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തമിഴ്നാട്ടിലെ എല്ലാ മാധ്യമപ്രവർത്തകരോടും മാധ്യമപ്രവർത്തകർക്കൊപ്പമുള്ളവരോടും എനിക്ക് ബഹുമാനമുണ്ടെങ്കിലും അവരിൽ കുറച്ചുപേർ തികച്ചും അനാവശ്യവും സെൻസേഷണലാക്കാൻ വേണ്ടിയുള്ളതുമായ ചില മോശം ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. കഴിഞ്ഞ 7 വർഷമായി എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളാണ് ദളപതി വിജയ്. എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രകൾ തികച്ചും അത്ഭുതകരമായാണ് ഞാൻ കാണുന്നതെന്നും താരം പറയുകയുണ്ടായി. കൂട്ടത്തിൽ ഒന്നുകൂടെ ചേർക്കുന്നുണ്ട്, ഫ്യൂച്ചർ മീഡിയ ഇന്ററാക്ഷൻസ് കൂടുതൽ ബഹുമാനത്തോടെയും പരിഗണനയോടെയും ഉള്ളതായിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിരവധി പേരാണ് ആ പോസ്റ്റ് റീഷെയർ ചെയ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത്. തെന്നിന്ത്യൻ ബോക്സ് ഓഫീസിനെ ഞെട്ടിച്ച ലോകേഷ് കനഗരാജ് ചിത്രം മാസ്റ്ററിലൂടെയാണ് മാളവിക മോഹനൻ വിജയുടെ നായികയാവുന്നത്. കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം പ്രതിസന്ധിയിലായ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ കൂട്ടത്തോടെ തിരിച്ചെത്തിച്ച ഈ മാസ് ത്രില്ലറിൽ വിജയ് സേതുപതിയായിരുന്നു വില്ലൻ. പിന്നീട് വന്ന ഒരു ഇന്റർവ്യൂവിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ മാളവിക പങ്കുവച്ചിരുന്നു. സെറ്റിൽ വിജയെ ആദ്യമായി കണ്ട നിമിഷത്തെക്കുറിച്ചും തുടക്കത്തിൽ അതീവ ഗൗരവക്കാരനും സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളുമായി തോന്നിയെങ്കിലും അടുത്തു പരിചയപ്പെടുന്നതോടെ സഹപ്രവർത്തകരോട് വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ഇടപെടുന്ന ഒരു മനുഷ്യനും എളിമയുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ എന്ന് താരം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാദ്യമായല്ല മാളവിക ഇത്തരത്തിൽ വളരെ ബോൾഡായ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ മോഹൻലാലും മാളവിക മോഹനും തമ്മിലുള്ള പ്രായ വ്യത്യാസത്തെ മുൻനിർത്തി സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു അനാവശ്യ കമന്റിന് താരം അപ്പോൾ തന്നെ കൃത്യമായ മറുപടി നൽകുകയുണ്ടായി. 65 വയസ്സുള്ള ഒരാൾ 30 വയസ്സുള്ള നടിയുടെ കാമുകനായി അഭിനയിക്കുന്നു എന്ന് പരിഹസിച്ച ആൾക്ക് നേരെ ഇതൊരു പ്രണയകഥയാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അടിസ്ഥാനമില്ലാത്ത ഊഹങ്ങൾ വെച്ച് സിനിമയെയും ആളുകളെയും വിലയിരുത്തുന്നത് നിർത്തൂ എന്ന് പറഞ്ഞ മാളവിക ആ വിമർശനത്തെ പാടെ തള്ളിക്കളയുന്നുണ്ട്. അന്നും നിരവധി ആരാധകരായിരുന്നു താരത്തിന് സപ്പോർട്ടായി വന്നത്. ഇന്നും അതുപോലെ തന്നെ താരത്തിന്റെ മറുപടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകർ ഇതൊക്കെ എന്ത് ചോദ്യങ്ങളെന്ന് ചോദിച്ച് പരിഹസിക്കുന്നുണ്ട്. സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ചോ സഹപ്രവർത്തകരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാതെ കേവലം ഗോസിപ്പുകൾ മാത്രം ലക്ഷ്യം വെച്ചെത്തുന്നവർക്ക് മാളവിക നൽകുന്ന ഇത്തരം മറുപടികൾ കൃത്യമായ മുന്നറിയിപ്പാണ്. സിനിമയ്ക്ക് അകത്തും പുറത്തുമുള്ള വ്യക്തിപരമായ അതിർവരമ്പുകളെയും പരസ്പര ബഹുമാനത്തെയും ചോദ്യം ചെയ്യുന്ന പ്രവണതകൾക്കെതിരെ താരമുയർത്തുന്ന ഈ ബോൾഡ് നിലപാടുകൾക്ക് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം കയ്യടി ലഭിക്കുന്നത്.